ടെക്സസിലെ ഫോർട്ട് ബെൻഡ് കൗണ്ടി ജഡ്ജായി മത്സരിച്ച് വിജയിച്ച ശ്രീ കെ.പി. ജോർജുമായി കൈരളി ഹ്യൂസ്റ്റൺ ചാപ്റ്റർ അവതാരിക പൂർണിമ നടത്തിയ അഭിമുഖം കാണുക. നമ്മുടെ കൂടെ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് ടെക്സസിലെ ഫോർട്ട് ബെൻഡ് കൗണ്ടിയിലെ ജഡ്ജായി മത്സരിച്ച് വിജയിച്ച ശ്രീ കെ.പി. ജോർജാണ്. ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ താങ്കൾക്ക് രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്താനുണ്ടായ ഇൻസ്പിറേഷൻസ് എന്തൊക്കെയാണ്? പലപ്പോഴും നമ്മൾ ഈ നാട്ടിൽ വന്നിട്ട് നമ്മൾ ജനിച്ചു വളർന്ന നാട് അതൊക്കെ വിട്ടിട്ട് ഈ അമേരിക്കയിൽ വരുന്നത് ഓപ്പർച്യൂണിറ്റി തേടിയിട്ടാണ്. അപ്പം ആ ഓപ്പർച്യൂണിറ്റി എങ്ങനെ ഇവിടെ ഉണ്ടായെന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള പണ്ടുള്ള ആൾക്കാർ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തു, വിച്ച് വി ഡോണ്ട് ഹാവ് ഇറ്റ് ഇൻ ഇന്ത്യ, റൈറ്റ്? സോ വി കെയിം ഹിയർ ആൻഡ് ടുക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദ സിസ്റ്റം ആൻഡ് we are successful. Then I remember somebody asked me, okay, KP, you used to that system. So how you're going to make that same system better for your next generation? How do you do that? We have to contribute to make it better. So as a community, we need representation. And I thought that is very important to have representation because it is important for our children, when next generation come. And I always say this, നമ്മളുടെ ഒരു കുഞ്ഞ് ഇവിടുത്തെ ഒരു സ്ട്രീറ്റിൽ കൂടെ നടന്നു പോകുമ്പോൾ ഇവിടുത്തെ ഒരാൾ കണ്ടാൽ what they're going to say? That Indian kid. But are they really Indian? They are not. They look Indian, but they are Americans. So how do you change that mindset? By becoming more people elected to the offices, getting into visibility rather than staying within our community. നമ്മളുടെ കൂട്ടത്തിലുള്ള ഒരു wonderful group of people worked with me. So it's not my victory, it is a community, it is a society's victory. ഫോർട്ട് ബെൻഡ് കൗണ്ടിയുടെ ജഡ്ജായി മത്സരിക്കാൻ ഉണ്ടായ ഇൻസ്പിറേഷൻ എന്താണ്? ഈ കൗണ്ടിയിൽ ഈ പദവിയിൽ പ്രവർത്തിച്ച റോബർട്ട് ഹെഡ്ബെറ്റിനെ 13,000 വോട്ടുകൾക്ക് പിന്നിലാക്കിക്കൊണ്ട് ഒരു ഉജ്ജ്വല വിജയമാണ് താങ്കൾ കൈവരിച്ചത്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഫോർട്ട് ബെൻഡ് ISD, ഫോർട്ട് ബെൻഡ് കൗണ്ടിയുടെ ഒരു 2/3 വലിപ്പമുള്ള ഫോർട്ട് ബെൻഡ് ISDയുടെ ഒരു 7 ബോർഡ് ഓഫ് ട്രസ്റ്റി മെമ്പേഴ്സ് ഉള്ളതിൽ ഒരു ബോർഡ് മെമ്പറായിട്ട് പ്രവർത്തിക്കാനുള്ളൊരു അവസരം ദൈവം എനിക്ക് തന്നു. ആൻഡ് സോ ഐ റിയലൈസ് ആ ട്രമെൻഡസ് എക്സ്പീരിയൻസ്, എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ്. പിന്നെ ഞാൻ പ്രൊഫഷണലി ഒരു ബോർഡ് സർട്ടിഫൈഡ് ഫൈനാൻഷ്യൽ പ്ലാനറാണ്. സോ ഓൾ ദാറ്റ് ഇൻഫർമേഷൻ, ഓൾ ദാറ്റ് നോളജ്, I thought I could take it to the next level. ഇതിന് സഹായിച്ച ഘടകങ്ങളെന്ന് പറയുന്നത് ഒത്തിരി നല്ല ആൾക്കാർ. അവർ ക്യാമ്പയിൻ എന്ന് പറയുന്നത് മോസ്റ്റ്ലി ഒരു പീപ്പിൾ പവേർഡ് ക്യാമ്പയിൻ ആയിരുന്നു. That's the reason why we were able to win. And today, our community accomplished something which nobody ever done, in either in Texas or even all over United States maybe. അധികാരം ഏറ്റെടുത്തു കഴിഞ്ഞാൽ മുൻഗണന നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒന്ന്, I want to create a vibrant emergency management system. Means county judge is directly in charge of emergency management. അതൊരു നമ്പർ 1 പ്രയോറിറ്റിയാണ്. ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ്. ഇപ്പം നമ്മൾ പറഞ്ഞു മുമ്പേ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് പലപ്പോഴും എന്തുകൊണ്ടാണ് മെയിൻ സ്ട്രീമിൽ വരാൻ പറ്റാത്തത്, അല്ലെങ്കിൽ അത് മൂവിങ് ഫോർവേഡ് ഈ ചർച്ചുകളുമായിട്ടൊക്കെ സഹകരിച്ച് അവരുമായിട്ടൊക്കെ സഹകരിച്ച് ഇതിൻ്റെ ആവശ്യകത, പൊളിറ്റിക്കൽ അവെയർനെസ്. പിന്നെ നമ്മൾ ഈ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എൻഡ് ഓഫ് ദ ഡേ എന്തിനാണ്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്. സോ യൂത്ത് എംപവർമെൻറ്റ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ടോപ്പ് പ്രയോറിറ്റിയാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള മറ്റ് വിദ്യാഭ്യാസം, കോളേജ് ലെവലിലുള്ള വിദ്യാഭ്യാസം, അവരുമായിട്ടൊക്കെ സഹകരിച്ചിട്ട് കുറേ പ്രോഗ്രാമുകൾ കൗണ്ടി ലെവലിലും, കൗണ്ടിയിലെ ഒരു ലീഡർഷിപ്പ് പ്രോഗ്രാം, അതുപോലെ തന്നെ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം, ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടുവന്നിട്ട് സോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് പോയി പഠിക്കാനും മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് എൻഗേജ് ചെയ്യുമ്പോൾ നാളെ ഒരു പക്ഷേ they feel like I wanted to do the same thing. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ഈ കമ്മ്യൂണിറ്റി ഇവിടെ വന്ന് ഈ അമേരിക്കയിൽ വന്ന് ഇത്രയുമൊക്കെ അക്കംപ്ലിഷ് ചെയ്ത ഈ മലയാളി കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി, പ്ലീസ് ഗെറ്റ് ഇൻവോൾവ് ആൻഡ് പ്ലീസ് ബി പാർട്ട് ഓഫ് ദിസ് ഡിസ്കഷൻ. ദിസ് ഈസ് അവർ കൺട്രി ആൻഡ് I conclude saying this. We all came from India and came here and lived here. If you don't like something here, we could go back and maybe survive in Kerala or India. But where is our children going to go? This is their country, and we need political existence, and that's what I'm trying to do, and we will continue to do it, and I want your help and support in that area. Thank you. ഈ തിരക്കിനിടയിലും കൈരളി ചാനലിനോടൊപ്പം ഇത്രയും സമയം പങ്കിട്ടതിൽ സന്തോഷം. ഇനിയും ഉയരങ്ങളിലേക്ക് പറക്കാൻ സാധിക്കട്ടെ.